ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് NCERT ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് കഴിഞ്ഞ 10th പ്രിലിംസ് സ്റ്റേജ് 1ഉം 2ഉം നോക്കുകയാണെന്നുണ്ടെങ്കിൽ NCERT ഭാഗത്തു നിന്ന് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണയായിട്ട് NCERT ക്വസ്റ്റ്യൻസ് നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സ്റ്റേജ് 1ൽ നോക്കുകയാണെങ്കിൽ 2-3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരിക്കുന്നത് NCERTയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ NCERT ജോഗ്രഫി നമ്മൾ ഏതൊക്കെയാണ് സോഴ്സ്, അതായത് NCERT ജോഗ്രഫി ഫുള്ളും ചോദിച്ചിരിക്കുന്നത് +1 +2 ജോഗ്രഫിയിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഹിസ്റ്ററി ഒന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? എന്താണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, റാഫി അഹമ്മദ് കിദ്വായാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് NCERTയിൽ നിന്നാണ്. +2 ഹിസ്റ്ററിയിൽ +2ലെ രണ്ടാമത്തെ പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ നമുക്കൊരു ടേബിളിൽ ഒരു ബോക്സിൽ നമുക്ക് തന്നിട്ടുണ്ട്. റാഫി അഹമ്മദ് കിദ്വായി ആരാണ്? ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ്. 1937-ലും 1946-ലും ഉത്തർപ്രദേശ് മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയാണ് റാഫി അഹമ്മദ് കിദ്വായി. കാലഘട്ടത്തിലെ 1952-54 കാലഘട്ടത്തിലെ ഭക്ഷ്യകൃഷി മന്ത്രിയും കൂടിയായിരുന്നു റാഫി അഹമ്മദ് കിദ്വായി. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഇനിയും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇനി ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇപ്പോൾ ടേബിൾ ഒരു ബോക്സിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ബോക്സുകൾ, ഇതിൽ പ്രധാനപ്പെട്ട ആ ഒരു ബോക്സ് നമുക്ക് വായിച്ചു പോകാം. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബോക്സിൽ നിന്ന് നന്നായി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ ബോക്സുകളും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ ജനാധിപത്യ നിർമ്മിതിയിലെ വെല്ലുവിളികളെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം തന്നെ ജനാധിപത്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വോട്ടിംഗ് സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ തന്നിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കി നോക്കാം അല്ലേ, നോക്കൂ കേട്ടോ. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിൾ, അതായത് നമ്മൾ ഈ ഒരു ബോക്സ് ആ ഒരു ചാപ്റ്ററിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് രാജ്കുമാരി അമൃത് കൗർ തന്നിട്ടുണ്ട്. ഇതും ആ ഒരു ബോക്സിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് സാധിക്കും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. NCERTയിലൊന്നും ഈ ഒരു ആദ്യത്തെ വാർത്താവിനിമയ അല്ലെങ്കിൽ ആദ്യത്തെ വകുപ്പ് മന്ത്രി, ആദ്യ മന്ത്രിസഭയെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്? അബ്ദുൽ കലാം മുഹീദ്ദീൻ അഹമ്മദ് എന്നാണ് യഥാർത്ഥ പേര്. ഇസ്ലാമത പണ്ഡിതൻ, സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വക്താവാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വക്താവാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. വിഭജനത്തിന് എതിരായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇസ്ലാമത പണ്ഡിതനാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വക്താവ്, വിഭജനത്തിന് എതിരായിരുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗമാണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ലേ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം ഏതാണ്? പ്രായപൂർത്തി, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായിട്ട് ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനും PYQ ആണ് കേട്ടോ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായിട്ട് ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചതിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെയാണ്. അപ്പോൾ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951 അവസാനം മുതൽ 52 വരെയൊക്കെയാണ് ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ. 1952 ജനുവരിയിലാണ് കൂടുതൽ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്ന കാരണം ഇതിനെ 1952 തെരഞ്ഞെടുപ്പ് എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും വോട്ടെണ്ണലും പൂർത്തിയാക്കുന്നതിനായിട്ട് 6 മാസമാണ് വേണ്ടി വന്നത്. അതിനാൽ തന്നെ 1952 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് 1952 അല്ലേ. ലോക ജനാധിപത്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി 1952 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് മാറി. ഓക്കെ, ഇനി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ് 1949 നവംബർ 26-നാണ് ഭരണഘടനാ ദിനം എന്ന് പറയുന്നത് അല്ലേ. 1950 ജനുവരി 24 എല്ലാവരും ഒപ്പിട്ടു അല്ലേ, അംഗങ്ങളെല്ലാവരും ഒപ്പിട്ടു. 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. ക്ലിയർ ആണല്ലോ.
ഇനി ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. രാജ്യത്തെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. നെക്സ്റ്റ് രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗർ ആരാണ്? ഗാന്ധിയനും സ്വതന്ത്ര സമര സേനാനിയുമാണ്. അതുപോലെ തന്നെ കപൂർത്തല രാജകുടുംബാംഗം, അമ്മയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചു, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗമാണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രി ആരാണ്? രാജ്കുമാരി അമൃത് കൗർ ആണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗം കൂടിയാണ് അല്ലേ. പിന്നെ 1957 വരെ ആരോഗ്യമന്ത്രിയായിട്ട് തുടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജ്കുമാരി അമൃത് കൗർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. നെക്സ്റ്റ് എന്നാണ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്? സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതെന്നാണ് 1948 കോൺഗ്രസ് അതിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. അതായത് 1934 കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP രൂപീകരിക്കുന്നത്. 1948 ആയപ്പോൾ അതിനെന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു അല്ലേ. അങ്ങനെ പിന്നെന്താ അവിടെ പഠിച്ചു വെച്ചിരിക്കേണ്ടത്? ഇവിടെ ആചാര്യ നരേന്ദ്രദേവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ആചാര്യ നരേന്ദ്രദേവ്? സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റാണ്. സ്വതന്ത്ര സമരകാലത്ത് നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചു. കർഷക പ്രസ്ഥാനങ്ങളിലെ സജീവ പങ്കാളി, ബുദ്ധമത പണ്ഡിതൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടിയെയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും നയിച്ചു. അപ്പോൾ ആചാര്യ നരേന്ദ്രദേവ് ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആണ്. സ്വതന്ത്ര സമരകാലത്ത് നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചു. കർഷക പ്രസ്ഥാനങ്ങളിലെ സജീവ പങ്കാളി, ബുദ്ധമത പണ്ഡിതൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടിയെയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റും അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും നയിച്ചതാരാണ്? ആചാര്യ നരേന്ദ്രദേവാണ്. ഇനി ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർ ആരൊക്കെയാണ്? ജയപ്രകാശ് നാരായൺ, അച്യുത് പട്വർദ്ധൻ, അശോക് മേത്ത, ആചാര്യ നരേന്ദ്രദേവ്, റാം മനോഹർ ലോഹ്യ, അതുപോലെ തന്നെ SM ജോഷി എന്നിവർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളാണ്. ജയപ്രകാശ് നാരായൺ, അച്യുത് പട്വർദ്ധൻ, അശോക് മേത്ത, ആചാര്യ നരേന്ദ്രദേവ്, റാം മനോഹർ ലോഹ്യ, SM ജോഷി എന്നിവരാണ്. ഇനി 1929 നാഷണൽ റവല്യൂഷണറി പാർട്ടി വരുന്നത്. പിന്നീട് അത് പുനർനാമകരണം ചെയ്ത് എന്തായി മാറി? ഇൻസ്റ്റിറ്റ്യൂഷണൽ റവല്യൂഷണറി പാർട്ടി ആയിട്ട് മാറി. എന്താണ്? PRI ആയിട്ട് മാറി. ഓക്കെ. അപ്പോൾ 1929 നാഷണൽ റവല്യൂഷണറി പാർട്ടി വരുന്നുണ്ട്. പിന്നീട് അതെന്തായിട്ട് മാറുന്നുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റവല്യൂഷണറി പാർട്ടി ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. മെക്സിക്കോയിലാണ് ഇത് അധികാരത്തിലുണ്ടായിരുന്നത്. PRI മെക്സിക്കോയിലാണ് അധികാരത്തിലുണ്ടായിരുന്നത്. മെക്സിക്കൻ വിപ്ലവത്തിൻ്റെ പൈതൃകം ഇവർ പ്രതിനിധീകരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സൈനിക നേതാക്കൾ, തൊഴിലാളി കർഷക സംഘടനകൾ, ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയുടെയെല്ലാം വ്യത്യസ്ത താല്പര്യങ്ങളുടെ കൂടിച്ചേരലായിരുന്നു PRI. ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. രാഷ്ട്രീയ സൈനിക നേതാക്കൾ, തൊഴിലാളി കർഷക സംഘടനകൾ, ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയുടെയെല്ലാം കൂടിച്ചേരലാണ് PRI എന്ന് വെച്ചാൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റവല്യൂഷണറി പാർട്ടിയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റവല്യൂഷണറി പാർട്ടി. ഇനി PRIയുടെ സ്ഥാപകനായിരുന്നത് ആരാണ്? പ്ലൂട്ടാർക്കോ ഏലിയാസ് കാളസ് ആണ്. ആരാണ്? പ്ലൂട്ടാർക്കോ ഏലിയാസ് കാളസ് ആണ് PRIയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ കൃത്യമായ ഇടവേളയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നെങ്കിലും PRI തന്നെയാണ് എപ്പോഴും വിജയിക്കാറുള്ളതെന്നും പറയുന്നുണ്ട്. PRIക്ക് എല്ലാ കാലത്തും വിജയിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പ്രവർത്തിച്ചു. മിക്കപ്പോഴും ഭരണകക്ഷി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും കൃത്രിമം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഭരണത്തിനെ തികഞ്ഞ ഏകാധിപത്യം എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആരുടെ? PRIയുടെ ഭരണത്തെ തികഞ്ഞ ഏകാധിപത്യം എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം 2000 ഈ ഒരു പാർട്ടി പരാജയപ്പെടുന്നത്. മെക്സിക്കോ ഇനി ഒരിക്കലും ഒരു ഏകകക്ഷി മേധാവിത്വമുള്ള രാജ്യമായിരിക്കില്ല. ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ ദൂരവ്യാപക പരിണത ഫലങ്ങൾ സൃഷ്ടിക്കുവാൻ PRIയുടെ ആധിപത്യ കാലത്തിലെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. അതായത് ഇവർ തന്നെയാണ് എപ്പോഴും ജയിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ എന്താണ് പറയുക, കൃത്രിമം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് ഇവർ തന്നെയാണ് അല്ലേ, PRI തന്നെയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം 2000 തോൽക്കുന്നുണ്ട്. ഇനി ആരാണ് ബാബാ സാഹിബ് ഭീം റാവു റാംജി അംബേദ്കർ? അംബേദ്കർ ആരാണ്? അംബേദ്കർ എന്ന് പറയുന്ന ആരാണ്? ജാതി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. ദളിത് നീതിക്കായുള്ള പോരാട്ടക്കാരനാണ്. പണ്ഡിതനും ബുദ്ധിജീവിയുമാണ്. സ്വതന്ത്ര ലേബർ പാർട്ടിയുടെ സ്ഥാപകനാണ്. പട്ടികജാതി ഫെഡറേഷൻ സ്ഥാപിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആസൂത്രകനാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയുടെ കൗൺസിലിലെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു.
ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാം നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഹിന്ദു കോഡ് ബില്ലിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1951 രാജിവെച്ചു. ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം 1956 ബുദ്ധമതം സ്വീകരിച്ചു. അപ്പോൾ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്നത് ഭരണഘടനയുടെ പിതാവ് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണല്ലേ. അപ്പം അദ്ദേഹമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആസൂത്രകൻ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയുടെ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം, ഭരണഘടനാ നിർമ്മാണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ഒന്നാം നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി, ഹിന്ദു കോഡ് ബില്ലിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1951 രാജിവെച്ചു. 1956 ബുദ്ധമതം സ്വീകരിച്ചു. നെക്സ്റ്റ് നമ്മൾ റാഫി അഹമ്മദ് കിദ്വായിയെ കുറിച്ച് പറഞ്ഞു. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റഷ്യൻ അതായത് ബോൾഷെക് വിപ്ലവം ഉണ്ടായിരുന്നല്ലോ, അതിൽ പ്രചോദനം കൊണ്ടിട്ടാണ് 1920 എന്ത് വരുന്നത്? 1920കളുടെ തുടക്കത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഉയർന്നു വരുന്നത്. അങ്ങനെ 1935 മുതൽ കമ്മ്യൂണിസ്റ്റുകൾ പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രവർത്തിച്ചു. ഓക്കെ, അത്രയും പഠിച്ചു വെച്ചിരിക്കാം. പിന്നീട് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത് AK ഗോപാലൻ. AKG ആരാണ്? കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. തുടക്കത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം CPIയിൽ ചേരുകയും പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു പാർലമെന്റേറിയനായി ആദരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1952 മുതൽ പാർലമെന്റ് അംഗമാണ്. അപ്പോൾ AKGയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് AK ഗോപാലൻ. തുടക്കത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. പിന്നീട് 1938 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. 1964 ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുമ്പോൾ CPIയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 1952 മുതൽ പാർലമെന്റ് അംഗമായിരുന്നു. ഇനി അരുൺ സാധുവിൻ്റെ 2 നോവലുകളായിട്ടുള്ള സിംഹാസൻ അതുപോലെ മുംബൈ ദിനക്ക് എന്ന് പറയുന്ന അടിസ്ഥാനമാക്കി തുടങ്ങിയിട്ടുള്ളൊരു സിനിമയായിരുന്നു എന്ന് പറയുന്നത് ഈ സിംഹാസൻ എന്ന് പറയുന്നത്. അപ്പോൾ സിംഹാസൻ അതുപോലെ തന്നെ മുംബൈ ദിനക്ക് എന്ന് പറയുന്ന 2 നോവലുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിലടി ഇത് ചിത്രീകരിക്കുന്നുണ്ട്. നമുക്കത് കറക്റ്റ് ഇങ്ങനെ NCERTയിൽ പറയുന്ന കാരണം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം കേട്ടോ. നിശബ്ദ സൂത്രധാരനായ പത്രപ്രവർത്തകൻ ദിഗുഡ്സിലൂടെയാണ് കഥ പറയുന്നത്. ഭരണകക്ഷിയിൽ തീവ്രമായ അധികാര മത്സരവും പ്രതിപക്ഷത്തിൻ്റെ അപ്രധാനമായ പങ്കും രേഖപ്പെടുത്താൻ അത് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സിംഹാസനം മുംബൈ ദിനക്കും പഠിച്ചു വെച്ചിരിക്കുക. ആരുടേതാണ്? അരുൺ സാധുവിന് 2 നോവലുകളായിരുന്നു. ധനകാര്യമന്ത്രിയായ വിശ്വാസ് റാവു ദാബ് ഹെസെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ പുറത്താക്കുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. 2 മത്സരാർത്ഥികളും തൊഴിലാളി സംഘടന നേതാവായ ഡിക്കാസ്റ്റയുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്നു. ഇതിൽ പറയുന്ന കഥയാണ് പറയുന്നത്. ഈ ഗ്രൂപ്പ് പോരിൽ മറ്റു രാഷ്ട്രീയ നേതാക്കൾ 2 വിഭാഗങ്ങളുമായി വിലപേശുന്നതിലൂടെ പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. മുംബൈയിലെ കള്ളക്കടത്തും മഹാരാഷ്ട്ര ഗ്രാമങ്ങളിലെ ഭയാനകമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇത് 1981 വർഷം സംവിധാനം ചെയ്തത് കേട്ടോ. സംവിധാനം ആരാണ്? ജംബാർ പട്ടേലാണ്. തിരക്കഥ വിജയ് ടെണ്ടുൽക്കറാണ്. അഭിനേതാക്കൾ ഗിലു ഫുലെ, അരുൺ സാർനായിക്, ദുബാഷി, പിന്നെ ദത്ത ഭട്ട് ഒക്കെയാണ് വരുന്നത്. ഇനി ഭാരതീയ ജനസംഘ്. എന്താണ് ഭാരതീയ ജനസംഘ്? ശ്യാമപ്രസാദ് മുഖർജി സ്ഥാപക പ്രസിഡന്റായി 1951 ഭാരതീയ ജനസംഘ് സ്ഥാപിതമായി. അപ്പോൾ ഭാരതീയ ജനസംഘിൻ്റെ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ശ്യാം പ്രസാദ് മുഖർജിയാണ്. ഭാരതീയ ജനസംഘിൻ്റെ സ്ഥാപകൻ ആരാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ്. എന്നാൽ ഇതിൻ്റെ വംശപാരമ്പര്യം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഹിന്ദു മഹാസഭയിലേക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘിലേക്കും നടന്നു. ജനസംഖ്യം പ്രത്യയശാസ്ത്രത്തിലും പ്രവർത്തന പരിപാടികളിലും മറ്റു പാർട്ടികളിൽ നിന്ന് വിഭിന്നമാണ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു ദേശം എന്ന ആശയത്തിന് ഇത് ഊന്നൽ നൽകുകയും എന്താണ് ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു ദേശം എന്ന് പറയുന്നതിന് ഊന്നൽ നൽകിയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? ഭാരതീയ ജനസംഘമാണ്. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകനാരാണ്? ശ്യാം പ്രസാദ് മുഖർജിയാണ്. ഓക്കെ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ രാജ്യം ആധുനികവും പുരോഗമനപരവും ശക്തവുമായി തീരുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്തു. അഖണ്ഡ ഭാരതം എന്ന ആശയത്തിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും പുനരുദ്ധരിക്കപ്പെടണമെന്ന് പാർട്ടി ആഹ്വാനം ചെയ്തു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പകരം ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ മുന്നണി പോരാളിയായിട്ട് ഈ പാർട്ടി നിലകൊണ്ടു. കൂടാതെ മതസാംസ്കാരിക ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ എതിർക്കുകയും ചെയ്തു. 1964 ചൈനയുടെ ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യ ആണവായുധങ്ങൾ വികസിപ്പിക്കണമെന്ന പാർട്ടി നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു.
അപ്പോൾ ഈ ഒരു ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സ്ഥാപകനാരാണ് ശ്യാം പ്രസാദ് മുഖർജിയാണ്. ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു ദേശം എന്ന് പറയുന്ന ആശയത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിനെയും പാരമ്പര്യത്തിനെയും അടിസ്ഥാനത്തിൽ മാത്രമേ രാജ്യം ആധുനികവും പുരോഗമനപരവും ശക്തിയുമായിട്ട് തീരുള്ളൂ എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ്, ഇന്ത്യയും പാകിസ്ഥാനും പുനരേകീകരിക്കപ്പെടണമെന്ന് ആ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പകരം ഹിന്ദി ഔദ്യോഗിക ഭാഷ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1964 ചൈനയുടെ ആണവ പരീക്ഷണത്തിന് ശേഷം എന്ന് പറഞ്ഞു ആണവായുധങ്ങൾ ഇന്ത്യ വികസിപ്പിക്കണമെന്ന് പറയുന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1950 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അരികിൽ മാത്രം നിൽക്കുകയും 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 52 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റും 57 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളും മാത്രമേ ഈ പാർട്ടിക്ക് നേടാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ പാർട്ടിയിൽ നിന്നാണ് ഭാരതീയ ജനസംഘിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടത്. ഇനി ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്നത് ദീൻ ദയാൽ ഉപാധ്യായ. ആരാണ് ദീൻ ദയാൽ ഉപാധ്യായ? 1942 മുതൽ മുഴുവൻ സമയ RSS പ്രവർത്തകനായിരുന്നു ദീൻ ദയാൽ ഉപാധ്യായ. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക അംഗമാണ്. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക അംഗം ചോദിക്കാം. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക അംഗം ആരാണ്? ദീൻ ദയാൽ ഉപാധ്യായാണ്. എന്നാൽ ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ശ്യാം പ്രസാദ് മുഖർജിയാണ്. ഓക്കെ, ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ശ്യാം പ്രസാദ് മുഖർജിയും ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക അംഗം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ദീൻ ദയാൽ ഉപാധ്യായാണ്. ഭാരതീയ ജനസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് അതിൻ്റെ പ്രസിഡന്റുമായിട്ടുണ്ടായിരുന്നു. പിന്നെ സമഗ്ര മാനവ മതം എന്ന ആശയത്തിൻ്റെ പ്രയോക്താവായിരുന്നു. സമഗ്ര മാനവ മതം ആരുടേതാണ്? ദീൻ ദയാൽ ഉപാധ്യായാണ് ആ ഒരു ആശയത്തിൻ്റെ പ്രയോക്താവായിരുന്നത്. പിന്നീട് ഇവിടെ പറയുന്നത് സ്വതന്ത്ര പാർട്ടിയെ കുറിച്ചിട്ടാണ്. 1959 ഓഗസ്റ്റിൽ സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചു. പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരായ സി രാജഗോപാലാചാരി, കെ മുൻഷി, NG രംഗ, മീനു മസാനി എന്നിവരാണ് ഈ പാർട്ടിയെ നയിച്ചിരുന്നത്. ആരൊക്കെയാണ്? സി രാജഗോപാലാചാരി, കെ മുൻഷി, NG രംഗ, മീനു മസാനി എന്നിവരാണ് ഈ സ്വതന്ത്ര പാർട്ടിയെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പാർട്ടിയിൽ എന്താ പറയുന്നത്, സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ വളരെ കുറഞ്ഞ ഇടപെടൽ മാത്രമേ ഭരണകൂടം നടത്താവൂ എന്ന് ഈ പാർട്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാത്രമാണ് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ സ്വതന്ത്ര പാർട്ടി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സമ്പദ് വ്യവസ്ഥയിൽ രാഷ്ട്രം ഇടപെടുന്ന വികസന തന്ത്രം, കേന്ദ്രീകൃത ആസൂത്രണം, ദേശസാൽക്കരണം, പൊതുമേഖല എന്നിവയെ പാർട്ടി വിമർശിച്ചു. പകരം ഒരു സ്വതന്ത്ര സ്വകാര്യ മേഖലയുടെ വ്യാപനത്തിനായിട്ട് നിലകൊണ്ടു. എന്നാണ് സ്വതന്ത്ര സ്വകാര്യ മേഖലയുടെ വ്യാപനത്തിനായിട്ട് നിലകൊണ്ടു. ഓക്കെ, ഇവിടെ നമുക്ക് പഠിച്ചു വെച്ചിരിക്കുന്നത് സി രാജഗോപാലാചാരിയാണ്. ആരാണ് സി രാജഗോപാലാചാരി? കോൺഗ്രസിലെ മുതിർന്ന നേതാവും സാഹിത്യകാരനാണ്. മഹാത്മാഗാന്ധിയുടെ സന്തത സഹചാരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്നു. അല്ലേ? സ്വതന്ത്ര ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലാണ്. അതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. പിന്നീട് മദ്രാസ് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു. ആദ്യ ഭാരത രത്ന പുരസ്കാര ജേതാവാണ് സി രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകനാണ് സി രാജഗോപാലാചാരി. അപ്പോൾ സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകനാണ് സി രാജഗോപാലാചാരി. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലാണ്. ആദ്യത്തെ ഭാരതരത്ന പുരസ്കാര ജേതാവാണ് സി രാജഗോപാലാചാരി. ഇനി നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത് ശ്യാം പ്രസാദ് മുഖർജിയാണ്. ഹിന്ദു മഹാസഭയുടെ നേതാവാണ്. അല്ലേ? ശ്യാം പ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭയുടെ നേതാവാണ്. ഭാരതീയ ജനസംഘ സ്ഥാപകനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ശ്യാം പ്രസാദ് മുഖർജിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ വിയോജിപ്പിനെ തുടർന്ന് 1950 രാജിവെച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമാണ്. പിന്നീട് 1ാം ലോകസഭയിലെ അംഗമായിരുന്നു. ജമ്മു കാശ്മീരിന് സ്വയം ഭരണം നൽകിയ ഇന്ത്യയുടെ നയത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു. കാശ്മീർ നയത്തിനെതിരെ ജനസംഘത്തിൻ്റെ പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റ്, പിന്നീട് തടവിൽ കിടന്ന് മരണം. അപ്പോൾ ശ്യാം പ്രസാദ് മുഖർജിയാണ് ഹിന്ദു മഹാസഭയുടെ നേതാവ്. അതുപോലെ തന്നെ ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകനാണ് ശ്യാം പ്രസാദ് മുഖർജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയും കൂടിയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ വിയോജിപ്പിനെ തുടർന്ന് 1950 അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ ചേരുംപടി ചേർക്കുകയിൽ കുറച്ച് ഈ
എന്താണ് ഈ സ്ഥാപകന്മാരെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. എസ് എ ഡാംഗെ, ആരാണ് എസ് എ ഡാംഗെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ എസ് എ ഡാംഗെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. ശ്യാമപ്രസാദ് മുഖർജി നമ്മൾ പറഞ്ഞു ഭാരതീയ ജനസംഘമാണ് അല്ലേ, ഭാരതീയ ജനസംഘമാണ്. മീനു മസാനി സ്വതന്ത്ര പാർട്ടിയാണ്, മീനു മസാനി സ്വതന്ത്ര പാർട്ടിയാണ്. അശോക് മെഹ്തയോ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് പിന്നീട് എടുക്കാം കേട്ടോ. കുറച്ചധികം ഡീപ്പായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട് തരാണെന്നുണ്ടെങ്കിൽ നിന്ന് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഈ നോട്ടും കൂടെ തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.